അപ്പൊ ഇന്ന് നമുക്ക് തേങ്ങ അരച്ച ചിക്കൻ കറിയാണ്. ചിക്കൻ കറി സാധാരണ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ നമ്മൾ സാധാരണ പോലെ പഴക്കൊക്കെ ഉണ്ടാക്കും. പിന്നെ തേങ്ങ ഒക്കെ അരക്കാതെ അങ്ങനെയാണ് കൂടുതൽ ഉണ്ടാക്കല്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നല്ലൊരു തേങ്ങ അരച്ച ചിക്കൻ കറി. എനിക്ക് കൂടുതൽ ഇങ്ങനെ ഇഷ്ടം, തേങ്ങ അരച്ചിട്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാല്. അപ്പൊ അതാണ് ഇപ്പൊ ഇന്ന്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഇന്ന് 1/2 കിലോ ചിക്കൻ എടുക്കുന്നത്, കൃത്യം 1/2 കിലോ. അപ്പോ പിന്നെ അതിലേക്കുള്ള ചേരുവകളും അരച്ചതൊക്കെ വരുമ്പോഴേക്ക് അത്യാവശ്യം പാകത്തിനുണ്ടാവും. കുറച്ച് കറിയോട് കൂടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോ നമുക്ക് ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, അതുപോലെ പത്തിരിക്ക് പറ്റിയ കറിയാണിത്. അപ്പോ അതിനൊക്കെ പറ്റിയതാണ്. പിന്നെ നമ്മൾ പിന്നെ ചോറിനും അതെ, ചോറിനും പറ്റിയതാണ്. അങ്ങനെ കുറച്ച് കറിയൊക്കെ ഉള്ളതുകൊണ്ട് ചോറിന് രസമാണ്. അപ്പൊ ഏതായാലും നമുക്ക് ഇനി തുടങ്ങാം. അപ്പൊ നമുക്ക് അതിലേക്കുള്ള ചേരുവകൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. നമ്മൾ ഉള്ളിക്കിഴങ്ങ്, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെയാണ് ചേർക്കുന്നത്. ഇതാ ഇനിയിപ്പോൾ ഒക്കെ കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് അരിഞ്ഞു തുടങ്ങാം. നല്ല മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ചിക്കൻ കറി കഴിക്കാനും നല്ല രസമാണ്. നമുക്ക് ഇതാ ഇതിൽ ഉണ്ട്, ഓരോന്നും വേറെ വേറെ മാറ്റി വെക്കാം. പിന്നെ തക്കാളി ഉണ്ട്. എനിക്ക് ചിക്കൻ കറിയിലുള്ള തക്കാളി ആ വെന്ത് കഴിഞ്ഞ ശേഷമുള്ള ആ ഒരു നല്ല രസമാണ്. അതിൻ്റെ ആ ഒരു പുളി, എരിവും എല്ലാം കൂടി ചേർന്നിട്ട്, കറീൻ്റെ എരിവും നല്ല ഇഷ്ടം. അതേപോലെ തന്നെ കിഴങ്ങും, രണ്ടിനും ഒരു പ്രത്യേക രസമാണ് ഈ ചിക്കൻ കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ. ഇഞ്ചി പിന്നെ നമുക്ക് ചെറുതാക്കി ഒക്കെ നുറുക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി അങ്ങനെ തന്നെയാണ്. നമുക്ക് അതിൽ ഇപ്പോൾ പേസ്റ്റാക്കാതെ ഇടുന്നത് അതുകൊണ്ടാണ്. അതിലിങ്ങനെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കടിക്കാനുണ്ടാവും, അത് രസമാണ്. അതാണ് ഞങ്ങൾ അങ്ങനെ ചേർക്കുന്നത്. നമുക്ക് തേങ്ങ അത് ചിരകി വെക്കണം. ഇതാ എല്ലാം ഒക്കെ നുറുക്കി ഇവിടെ വെച്ചു. ഇനി നമുക്ക് തേങ്ങ അതൊന്ന് അരച്ച് വെക്കുക. എന്നാൽ പിന്നെ കറി ഉണ്ടാകുമ്പോഴേക്ക് പിന്നെ പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ നേരെ അരച്ച് ചേർക്കാമല്ലോ. അതിവിടെ അരച്ച് വെച്ചു, നല്ല കുറുക്കി അരച്ചതാണ്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ നമുക്ക് ഉള്ളി അതുപോലെ പച്ചമുളക് അത് വഴറ്റി തക്കാളിയും ചേർത്ത് ഒക്കെ ഒന്ന് നമ്മൾ വഴറ്റിയ ശേഷമാണ് പിന്നെ അങ്ങനെ വേവിച്ചിട്ട് പിന്നെയാണ് പിന്നെ അരച്ച് ചേർക്കുന്നത്. നമുക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, എരിവൊക്കെ പാകത്തിന് ചേർക്കുന്നുള്ളൂ, അധികം എരിവില്ലാതെ. പിന്നെ മല്ലിപ്പൊടി അതൊക്കെ ചേർത്തു. അതിലേക്ക് നമുക്ക് ഗരം മസാല എല്ലാം ചേർത്ത് നല്ലപോലെ ഇന്നിട്ട് ഇളക്കി എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കിഴങ്ങ് നുറുക്കിയത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അത് നുറുക്കിയതും കൂടിയാണ് ചേർക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കഴുകി വെച്ച് കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് അത് കൊണ്ടുവന്ന ശേഷം പിന്നെ ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കുകയും ചെയ്തു. ചട്ടിയിലേക്കും പാകമാണ് 1/2 കിലോ ചിക്കൻ. പിന്നെ ആ ചേരുവകളെല്ലാം ചേർത്ത് നല്ലപോലെ മസാലയ്ക്ക് തന്നെ ഇളക്കി നമുക്ക് പിടിപ്പിക്കാം. നമുക്കൊന്നിട്ട് അടച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഒന്നിൻ്റെ എടുത്തിട്ട് ഉപ്പ് അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്നുണ്ട് വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ചതാണ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒന്നുണ്ട് ഇളക്കി പാരാം.
പിന്നെ കുറച്ചൊരു വെള്ളത്തോടു കൂടി വേണം ഞങ്ങൾക്ക്. അങ്ങനെ ഉണ്ടാക്കുന്നത്, പറ്റങ്ങോട്ട് കട്ട് ചെയ്തതല്ല. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്നുകൂടിയൊക്കെ ഒന്ന് ശരിക്കും എല്ലാം വെന്തൊന്ന് ചേർന്നിട്ട് വരും. കണ്ടോ, ഇപ്പോൾ കറി നല്ലപോലെയൊക്കെ തിളച്ച് ഇപ്പോൾ നല്ലൊരു പാകത്തിന് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട പാകമായിട്ടുണ്ട്. ഇനി എനിക്ക് പുതിന അതുപോലെ കറിവേപ്പില അതൊക്കെ ചേർക്കുകയാണ് നമ്മൾ, ഇലകൾ. അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഊണഴിക്കാനൊക്കെ സമയമുണ്ട്. ഒക്കെ കറി എല്ലാം റെഡിയാക്കി വെച്ചു. നമ്മളെ പൂച്ചക്കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ പൂച്ചക്കുട്ടികളെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളെ പൂച്ചക്കുട്ടികൾ ഇപ്പം എന്താ വെച്ചാൽ ഈ പെട്ടി നമ്മൾ സാധാരണ ഇട്ടതായിരുന്നു. അതിപ്പോൾ നേരെ അവരെന്നെ വലിയ പൂച്ചയൊക്കെ കൂടി അത് മറച്ചിട്ട് പെട്ടി. ഇനിയിപ്പോൾ വെച്ചാൽ ഇങ്ങനെ മറച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുക. എന്നിട്ട് അതുപോലെ ആ ഒരു ഇതാണ്ട് ആ ഒരു പെട്ടീൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അങ്ങനെ ഒളിച്ചിരിക്കും. പിന്നെ അവിടെ തന്നെ അവരെന്നെ കയറി വരും, ഒറ്റയ്ക്ക് തന്നെ കയറി വരും ചെയ്യും, അങ്ങനെ ഇറങ്ങിപ്പോവും. അതാണിപ്പോൾ ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തം. അതാണ് അവരത് നേരെ ആക്കിയിട്ടെടുത്താലും പിന്നെ അതിങ്ങനെ മറച്ചിടും. അത് അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുക, വേണ്ടപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരിക. അതാണ് അത്യാവശ്യം നല്ല വലുതായി ഇപ്പോൾ. അതിൽ നമ്മൾ ഊണ് കഴിക്കേ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ചിക്കൻ കറി അല്ലേ. ഇപ്പോൾ ഒന്നിട്ട് കുറുകി വന്നാലും അത്യാവശ്യം ഇതുണ്ട്, കറിയുണ്ട്. പപ്പടം കാച്ചിയതുണ്ട്, പിന്നെ ഒരു സലാഡ് ഉണ്ട് നമുക്ക്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമ്മളെ പ്രധാനം. നമ്മൾ ഈ ഒരു ചിക്കൻ കറി തന്നെയാണ്, പ്രത്യേകിച്ച് തേങ്ങ അരച്ച് വെച്ച ഈ ഒരു ചിക്കൻ കറി. പൊറോട്ട, ചപ്പാത്തി, അതുപോലെ പത്തിരി, ഇതൊക്കെ ബെസ്റ്റാണിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ചിക്കൻ കറി വെക്കുമ്പോഴാണ്, ഈ തേങ്ങ അരച്ചിട്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ. ഇതൊക്കെ പാകം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.